BJP എപ്പോഴും ഈ ഇറാനെതിരെയാണ്, പലസ്തീനെതിരെയാണ്. കാരണം അവിടുത്തെ ജനങ്ങൾ തീവ്രവാദികളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നതൊക്കെ ഓരോ ദിവസവും നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് അവരെപ്പോഴും അതിനെതിരാണ്. സന്ദീപ് വാര്യർ ഹമാസിനെയും പലസ്തീനെയും ഇറാനെയും ഒക്കെ തെറി വിളിച്ചും, അല്ലെങ്കിൽ തെറിയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് മോശപ്പെട്ട രീതിയിലല്ല, അത്രത്തോളം വാക്കുകൾ കൊണ്ട് അവരെയൊക്കെ ഇകഴ്ത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഇനി ഹമാസിനെ ദൈവമായും ഇറാനെ കൂട്ടുകാരനായും ഒക്കെ കാണാൻ സന്ദീപ് വാര്യറിന് കഴിയണ്ടേ? അല്ല, അതിന് ഹമാസ് ശത്രുവല്ലോ. ഹമാസിന് ഈ സന്ദീപ് വാര്യരുടെ കൂട്ടുകാരായിരിക്കും. ഹമാസ് സുഹൃത്തുക്കൾ, ഹമാസ് പോരാളികൾ. ഇതുവരെ ഹമാസ് തീവ്രവാദികളായി, ഇനി അത് പോരാളികളായി മാറും. അപ്പോൾ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ രൂപം കൊടുത്ത്, അല്ലെ രൂപം കൊണ്ട് പുറത്തേക്ക് വന്ന എങ്ങനെ ഏതാണ്ട് ഒരു 10 വർഷത്തിനുള്ളിൽ ഒക്കെ ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എഴുതിയ ചില വാക്കുകൾ, കുറുക്കി കൊള്ളുന്ന ചില പ്രയോഗങ്ങൾ, ഇതൊക്കെ തന്നെയായിരുന്നു ഈ സന്ദീപ് വാര്യരെ വളർത്തിയത്. ഈ സന്ദീപ് വാര്യർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു എന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് തന്നെ മാറി. ഏതാണ്ട് 15K ഫോളോവേഴ്സാണ് അദ്ദേഹത്തിൽ നിന്ന് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് മാറിയത്. അപ്പോൾ ഈ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ സന്ദീപ് വാര്യരെ പിന്തുണച്ചിരുന്നതിൽ ഏറെ പങ്കും BJPക്കാർ തന്നെയാണ്. അപ്പോൾ BJPയുടെ ഏറ്റവും വലിയ ശക്തി അത് തന്നെയാണ്. കാരണം സോഷ്യൽ മീഡിയ നന്നായി ഉപയോഗിക്കുന്ന, സൈബർ അറ്റാക്കിംഗ് വേണമെങ്കിൽ അല്ലെങ്കിൽ സൈബർ സപ്പോർട്ട് നടത്തുന്ന കുറേയധികം യുവതികൾ ഒക്കെ ഉണ്ടാവും. അവരെല്ലാം തന്നെ പതുക്കെ സന്ദീപ് വാര്യരിൽ നിന്ന് മാറുന്നു. അപ്പോൾ ഇത്രയും നാളത്തെ നിലപാടുകളെല്ലാം സന്ദീപ് വാര്യറിന് ഇവിടെ നിന്ന് മാറ്റേണ്ടി വരും. ഇക്കാലം അത്രയും BJP അല്ലെങ്കിൽ സന്ദീപ് വാര്യർ എന്താ പറഞ്ഞിരുന്നത്? ഈ ഹമാസ് തീവ്രവാദികൾ, ഹിസ്ബുള്ള തീവ്രവാദികൾ, ഇവരൊക്കെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാജ്യത്തെ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ ജൂതരാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഇറാൻ എന്ന് പറയുന്ന ഏറ്റവും മോശപ്പെട്ട രാജ്യം, ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഏതാണ്ട് എന്താ പറയുന്നത് ഒരു മൊത്ത വിപണന കേന്ദ്രം. ഇതൊക്കെയായിരുന്നു BJPയുടെ നിലപാട്. ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഇവരെയൊക്കെ ന്യായീകരിക്കേണ്ട ഒരു അവസ്ഥ, ഒരു ഗതികേടെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം സന്ദീപ് വാര്യർ ഇപ്പോൾ പോയത് എവിടേക്കാണ്? കൊടപ്പനക്കുന്ന് തടവാട്ടിലേക്കാണ് പോയി. അവിടെ ഈ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണുന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിത ലക്ഷ്യമാണ്, ഞങ്ങൾ പലസ്തീനൊപ്പമാണ്, ഹമാസുകാർ ഹിസ്ബുള്ളക്കാരൊക്കെ പോരാളികളാണ്. അപ്പം ഈ പറയുന്ന സന്ദീപ് വാര്യർ നിലപാട് മാറ്റേണ്ടി വരും. അപ്പോൾ ഇത്രയും നാൾ സന്ദീപിൻ്റെ നിലപാടിനെ കണ്ടവർ, അംഗീകരിച്ചവർ, പാർട്ടി ഒന്നുമില്ലാതെ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ, അദ്ദേഹം നല്ല കുറുക്കി കൊള്ളുന്ന വാചകങ്ങളൊക്കെ എഴുതുമായിരുന്നു. ആ നിലപാടുകളൊക്കെ പിന്തുണച്ചവരെല്ലാം തന്നെ ഇനി സന്ദീപ് വാര്യരെ കൈയിടും. മാത്രമല്ല ഇത്രയും നാൾ പറഞ്ഞതൊക്കെ വിഴുങ്ങേണ്ടി വരുന്നൊരവസ്ഥയാണ് ആലോചിക്കുക. ഛർദ്ദിച്ചത് തന്നെ എടുത്ത് വിഴുങ്ങേണ്ട ഒരവസ്ഥ. ഒരു കുറേ ഓഫറുകൾ കിട്ടിയിട്ടാണ് സന്ദീപ് വാര്യർ പോയതെന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് അടുത്ത തിരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുമ്പോൾ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് ഒരു MLA സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് CPMലേക്ക് പോകാതെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് തന്നെ പോയതെന്നും, പിണറായിക്ക് സന്ദീപിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് CPMലേക്ക് എടുക്കാത്തതും എന്നൊക്കെയുള്ള വാദപ്രതിവാദങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്, പല റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഈ സന്ദീപ് വാര്യരുടെ ഒരു പോക്ക് അതെങ്ങനെയാണ് സിനിജ് കാണുന്നത്? അതായത് സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പം പാലക്കാട് ജില്ലയിൽ ഒരു സീറ്റ് പ്രതീക്ഷിച്ചു. അപ്പോൾ ഇനി എനിക്ക് സീറ്റ് കിട്ടിയില്ല, കുഴപ്പമില്ല, K. സുരേന്ദ്രൻ എന്ന് പറയുന്ന സംസ്ഥാന പ്രസിഡന്റ് മത്സരിച്ചോട്ടെ, അല്ലെ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചോട്ടെ, ഇതൊക്കെയായിരുന്നു സന്ദീപ് വാര്യരുടെ നിലപാട്. പക്ഷേ സന്ദീപ് വാര്യരുടെ പ്രഖ്യാപിത ശത്രു എന്ന് പറയപ്പെടുന്ന കൃഷ്ണകുമാർ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി വന്നു. അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എന്നിട്ടും അതിനെയൊക്കെ സഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ക്യാമ്പയിനായിട്ട് പോകുന്നു. അവിടെ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ സന്ദീപിന് ഇരിപ്പിടം നൽകിയില്ല. എവിടെ? വേദിയിൽ. കൃഷ്ണകുമാറിൻ്റെ ഭാര്യയ്ക്ക് നൽകി. കൃഷ്ണകുമാറിൻ്റെ ഭാര്യ എന്ന നിലയിലായിരിക്കും അവർക്ക് നൽകിയതല്ല, അതൊരു പാർട്ടിയുടെ വലിയ പദവിയായിരിക്കില്ല. എന്തായിക്കോട്ടെ, ഈ പുകഞ്ഞുകൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം കൂടെ പുറത്തേക്ക് വരികയാണ്. മാത്രമല്ല കുറേ കാലമായി സുരേന്ദ്രനും സന്ദീപുമായിട്ട് നല്ല ബന്ധത്തിലുമല്ല. അപ്പോൾ സന്ദീപിന് മനസ്സിലായി ഇനി പാർട്ടിയിൽ നിന്നൊരു നടപടി വരും. കാരണം 40 വക്താക്കളെയാണ് BJP നേരത്തെ ഇങ്ങനെ ചാനൽ ചർച്ചകൾക്കും മറ്റുള്ളതിനും വേണ്ടിയൊക്കെ നിയോഗിച്ചത്. അതിലൊരാൾ മാത്രമായിരുന്നു സന്ദീപ്. ആ സന്ദീപ് നന്നായി സംസാരിക്കുന്നതുകൊണ്ട് ചാനലുകളിലൊക്കെ വലിയൊരു മുഖമായി മാറുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ വക്താവ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി. അങ്ങനെ പടിപടിയായി തന്നെ പുറത്തേക്ക് മാറ്റി നിർത്തുന്നു എന്നുള്ളൊരു തോന്നൽ സന്ദീപിനുണ്ട്. മാത്രമല്ല സന്ദീപിൻ്റെ അമ്മ ഒരു നല്ല കോൺഗ്രസ് പ്രവർത്തകയാണ്, അച്ഛൻ CPMോട് യോജിച്ച് നിൽക്കുന്ന ഒരാളാണ്. ഈ സന്ദീപിന് ഇനി തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കണം. അധികാരമോഹം വന്നു കൂടുന്ന ഒരു തെറ്റൊന്നുമല്ലല്ലോ. അപ്പോൾ ആ അധികാരമോഹം വന്നപ്പോൾ സന്ദീപിന് മത്സരിക്കാൻ അനുയോജ്യമായ ഒരു മേഖല എന്ന് പറയുന്നത് ഷൊർണൂർ ഒറ്റപ്പാലം മേഖലകളാണ്. ഈ ഷൊർണൂർ ഒറ്റപ്പാലം മേഖലകൾ കേന്ദ്രീകരിച്ചാണ് സരിൻ പ്രവർത്തിച്ചത്. അപ്പോൾ കോൺഗ്രസിലേക്ക് നിന്ന സരിൻ പെട്ടെന്ന് അവിടെ നിന്ന് എങ്ങോട്ടേക്ക് മാറി? CPMലേക്ക് മാറി. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ അവിടെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ ആരുമില്ല സീറ്റിന്. ആ സീറ്റ് ഒരുപക്ഷെ ഈ പറയുന്ന സന്ദീപ് വാര്യർക്ക് നൽകിയേക്കാം. കാരണം കോൺഗ്രസിന് ആ മേഖലയിൽ കുറച്ച് ആധിപത്യമൊക്കെ ഉണ്ട്. മാത്രമല്ല ഈ ശശി എന്ന് പറയുന്ന KTDCയുടെ ചെയർമാനായി മാറിയ ആളുണ്ട് CPMൻ്റെ, അദ്ദേഹത്തെ തീരെ ആ മേഖലക്കാർക്ക് ഇഷ്ടപ്പെടുന്നുമില്ല.
അതുകൊണ്ട് ഷൊർണൂർ ഒറ്റപ്പാലം നിയമസഭാ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സന്ദീപിന് കൊടുക്കാമെന്നൊരു വാഗ്ദാനം നൽകിയിരിക്കാം. മാത്രമല്ല ജയിച്ചു വന്നാൽ നിങ്ങൾക്ക് ആ ഒരു കൺസിഡറേഷൻ നൽകും. അപ്പോൾ ഷാഫി പറമ്പിലിനെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു ആർജവമുള്ള യുവ നേതാവ് എന്നൊരു ലേബൽ കോൺഗ്രസ്സിന് ഉണ്ടാക്കിയെടുക്കാൻ ഈ പറയുന്ന എന്താ പറയുന്നത് സന്ദീപ് വാര്യരെ കൊണ്ട് കഴിയും. പക്ഷേ CPM-ൽ അത് പറ്റില്ല. CPM-ൽ നിലവിലുള്ള ആളുകൾ തന്നെ ചർച്ചയ്ക്ക് പോകുള്ളൂ. ഇത്രയും നാൾ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ചാനലിലൊക്കെ മുഖമായിരുന്ന ഒരാൾ CPM-ന് വേണ്ടി നാളെ ഇരുന്ന് വാദിച്ചാൽ ട്രോൾ ഇറക്കുന്ന ആളുകളില്ലേ, വളരെ നന്നായി ട്രോളുകൾ ഇറക്കില്ലേ. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഈ പെട്ടെന്ന് ചെന്ന് കയറിയ ഒരാൾക്ക് സീറ്റ് കൊടുക്കുന്നു, ഇത്രയും നാൾ ഇതിൽ പ്രവർത്തിച്ച അണികൾ പലരും ജീവൻ കളഞ്ഞു നിന്ന് പ്രവർത്തിച്ച അണികളായിരിക്കും. അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സന്ദീപ് വാര്യർക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്വീകാര്യത പാർട്ടിക്കുള്ളിൽ കൊടുക്കുമ്പോൾ അതൊരു വേർതിരിവിനൊക്കെ ഉള്ള ഒരു ചേരിതിരിവിന് കാരണമാകി മാറാനുള്ള സാധ്യതയുണ്ടോ കോൺഗ്രസിനുള്ളിൽ? അങ്ങനെ സംഭവിക്കാം. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. നമുക്കറിയാലോ, കോൺഗ്രസിൽ K. സുധാകരൻ എന്ന് പറയുന്ന KPCC പ്രസിഡന്റും VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവും തമ്മിൽ നല്ല അടിയാണ്. അവർ തമ്മിൽ കാണുമ്പോൾ പരസ്യമായി. പക്ഷേ ഇപ്പോൾ ജനങ്ങൾ നൽകിയൊരു മെസ്സേജ് ഉണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് കോൺഗ്രസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അടുത്ത നിയമസഭയിൽ നിങ്ങൾക്ക് അധികാരത്തിൽ എത്താൻ കഴിയുമെന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണത്. അതുകൊണ്ട് ഇനിയെങ്കിലും തൽക്കാലം അടി നിർത്തി നിങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നുള്ളൊരു മെസ്സേജ് ഇവരിലേക്ക് എത്തുന്നു. നേതാക്കൾ അത് കൂടി ആലോചിച്ച് താൽക്കാലികമായ ഒരു വെടിനിർത്തൽ നടത്തുന്നു. അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയ കാര്യമോ അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് പോകുന്ന കാര്യമോ ഒന്നും ഇതുവരെ മാധ്യമങ്ങൾ അറിയായിരുന്നത്. 2-3 ദിവസം ഇവർ തമ്മിൽ ചർച്ചകളും ആശയവിനിമയം ഒക്കെ നടത്തി. പക്ഷേ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തുമെന്നുള്ള കാര്യം ഒരു കാരണവശാലും പാർട്ടിയിൽ നിന്ന് ചോർന്നില്ല. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ, കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തിൽ അങ്ങനെ ഒന്നും രഹസ്യമായി വെക്കാൻ അവർക്കറിയില്ല. അവർക്ക് എന്ത് കിട്ടിയാലും പരസ്യമാക്കാൻ അതാണ്. ഇപ്പം ധന്യയുടെ ഗ്രൂപ്പുകാരനാണെങ്കിൽ ഞാൻ പുറത്താക്കും, എൻ്റെ ഗ്രൂപ്പുകാരനാണെങ്കിൽ ധന്യ അവരും പുറത്താക്കും. പക്ഷേ ഇതൊന്നും ചെയ്തില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൃത്യമായ ഗ്യാരണ്ടി ഈ കോൺഗ്രസ് നേതൃത്വം നൽകി. അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ അങ്ങോട്ടേക്ക് പോകുന്നത്. മാത്രമല്ല നിയമസഭയിൽ മത്സരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഒറ്റപ്പാലത്ത് നിന്ന് മത്സരിച്ചാണ്, അതിൻ്റെ ഒരു പൾസ് മനസ്സിലായി. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടേക്ക് സരിന് പകരമായിട്ട് സീറ്റ് നൽകാമെന്ന് ഒരു ഉറപ്പ് നൽകി കാണും. സാധ്യത എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പറയില്ല. കാരണം ഇന്ന് ഇങ്ങോട്ട് വന്ന ഒരാൾക്ക് ഉടനെ മന്ത്രിസ്ഥാനം കൊടുക്കണമെന്നില്ലല്ലോ. ഇപ്പോൾ നമുക്കറിയാം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവ നേതാവ് ഓൾറെഡി പോയി കഴിഞ്ഞു. ഇനി VT ബൽറാം എന്ന് പറയുന്ന നേതാവുണ്ട്, ശബരിനാഥ് എന്ന് പറയുന്ന, ഇതൊക്കെ ആ മേഖലകളിലാണ്. അപ്പം ഈ ബൽറാം ഈ ഭാഗത്തേക്ക് വരാതെ പാലക്കാട് തൃശ്ശൂർ ബോർഡറിൽ നിന്ന് കളിക്കാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ഷൊർണൂർ ഒറ്റപ്പാലം മേഖല ഏതാണ്ട് സേഫാണ്. കാരണം അവിടെ VC കബീറൊക്കെ നിന്ന് മത്സരിച്ച മേഖലയാണ്. സ്വാഭാവികമായി ജയിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രസിഡന്റായിരുന്ന KR നാരായണൻ മത്സരിച്ച. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിന് അവിടെ നല്ലൊരു ബെൽറ്റ് ഉണ്ട്, അതിനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളതായിരിക്കും ധാരണ. മാത്രമല്ല 2 തവണയായിട്ട് CPM ഭരിക്കുന്ന, ഇടതുമുന്നണി ഭരിക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാരിനെതിരെ ഒരു വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ട്. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. എന്ത് സംഭവിച്ചാലും 99% സാധ്യത എന്താണ്? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി മാറ്റപ്പെടും. അപ്പോൾ കോൺഗ്രസ് ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അവിടേക്കാണ് സന്ദീപ് വാര്യർ കടന്നു വരുന്നത്. അപ്പോൾ ഇന്നലെ പറഞ്ഞതെല്ലാം വിഴുങ്ങണം, ഹമാസിനെ പോസിറ്റീവായിട്ട് കാണണം, ഇറാൻ എന്ന് പറയുന്ന ഒരു മഹത്തായ രാജ്യമാണെന്ന് പറയേണ്ടി വരും. കാരണം എന്താ, ഈ UDF എന്ന് പറയുന്ന കെട്ടുറപ്പിനകത്ത്, മുന്നണി സംവിധാനത്തിനകത്ത് മുസ്ലിം ലീഗിനെ സൂചിപ്പിക്കണ്ടേ? തീർച്ചയായിട്ടും. മാത്രമല്ല മുസ്ലിം ലീഗിന് അവിടെ കുറച്ച് വോട്ട് ബാങ്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ചെന്ന് പാണക്കാട് തങ്ങളുടെയൊക്കെ മുമ്പിൽ വെച്ച് ഞാൻ പല കാര്യങ്ങളും പറയാൻ പോവാണ്, ഇനി പുറത്ത് പറയാത്ത പല കാര്യങ്ങളുണ്ട്. മാത്രമല്ല BJP എന്ന് പറയുന്നത് വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണെന്ന് പറയുന്നുണ്ട്. നരേന്ദ്രമോദിയെ പോലെ ഇത്രയും മോശപ്പെട്ട ഒരു ഭരണാധികാരി ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഒരുമാതിരി കോൺഗ്രസ്സുകാർക്കും മുസ്ലിം ലീഗുകാർക്കും ഒക്കെ സൂചിച്ചു. ഇനി ഇതിൽ കിടന്ന് എന്തെടുക്കണം, ഒന്ന് പുറത്തേക്ക് വരണം. ഇനിയും പല കാര്യങ്ങളും ഞാൻ പുറത്തു വിടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വരെ ആ പാർട്ടി, ആ പ്രസ്ഥാനത്തോടൊപ്പം നിന്ന സന്ദീപ് വാര്യർ അവിടുത്തെ പല കാര്യങ്ങളും പുറത്തു വിട്ടാൽ കോൺഗ്രസ്സുകാർ ഇത് തന്നെ ചിന്തിക്കില്ല, ഇവൻ ഇത് തന്നെ ആയിരിക്കില്ലേ നാളെ നമ്മളോടും കാണിക്കാൻ പോകുന്നത്. അതെ, തീർച്ചയായിട്ടും. എന്തായാലും സന്ദീപ് വാര്യറിനൊരു സ്ഥിരം പോസ്റ്റ് ആയിരിക്കില്ല കോൺഗ്രസ്സിൽ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കോൺഗ്രസുമായി സന്ദീപ് വാര്യർ ഒരുപാട് കാലം മനസ്സിലാ പ്രസ്ഥാനം ഒരിക്കലും മരിച്ചുവെന്ന് പറയെങ്കിലും ആ സംഘപ്രസ്ഥാനം മനസ്സിലൊരിക്കലും മരിക്കില്ല എന്നുള്ളത് സംഘത്തിൽ പ്രവർത്തിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എപ്പോഴെങ്കിലും അത് തികട്ടി പുറത്തു വരും. ആ സമയത്ത് കോൺഗ്രസും സന്ദീപിനെ ചെവിയിൽ നുള്ളി പുറത്താക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ ഇനി സന്ദീപിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് കണ്ടു തന്നെ അറിയണം.